Hello, I'm Sultana, a self-taught henna artist and welcome to day 2 of my henna grid series. ഇന്നലെ നമ്മൾ പഠിച്ച ഗ്രിഡ് ഇല്ലേ, അതിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഗ്രിഡ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ ഗ്രിഡ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയനെ ഇതുപോലെ ബോക്സസ് ആക്കി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇന്നലത്തെ പോലെ തന്നെ ഓരോ ബോക്സിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ റൗണ്ട്സ് വരച്ചു കൊടുത്തു. റൗണ്ട്സ് വരയ്ക്കുമ്പോൾ കറക്റ്റ് മിഡിലിൽ തന്നെ വരയ്ക്കണം. എന്നിട്ട് ഈ റൗണ്ടിന് ചുറ്റും ഇതുപോലെ 4 സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഏകദേശം നമ്മുടെ പ്ലസ് ഒക്കെ പോലെ. പിന്നെ മാർക്ക് ചെയ്യുമ്പോൾ റൗണ്ടിന്റെ ഉള്ളിലേക്ക് പോകണ്ട കേട്ടോ. ഇപ്പൊ വരയ്ക്കുന്ന ഈ മാർക്കിംഗ്സ് ആണ് നമ്മുടെ ഗ്രിഡിന്റെ ബേസ്. അപ്പൊ ഇത് സ്കിപ്പ് ആക്കാണ്ട് തന്നെ നോക്കാട്ടോ. നമ്മൾ ഇന്നലെ പഠിച്ച ഗ്രിഡിലെ ഈ മാർക്കിംഗ്സ് ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ സർക്കിളിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ലൈൻസ് വരച്ചു കൊടുത്തത്. അപ്പൊ അതിൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇന്ന് നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ഒരിക്കലും സർക്കിളിൽ ടച്ച് ചെയ്യരുത്. അതായത് ടച്ച് ചെയ്ത് പോകുന്നത് ആ മാർക്കിംഗ്സിലായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഇതുപോലെ എല്ലാ ബോക്സസിനും ലെഫ്റ്റ് സൈഡിലേക്ക് ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലേക്ക് വരച്ചു കൊടുക്കുക. ഈ ഗ്രിഡ് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നുമെങ്കിലും ഒപ്പം ചെയ്യുമ്പോൾ സെറ്റ് ആവും കേട്ടോ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. എന്നിട്ട് ഈ എല്ലാ ബോക്സസിന്റെ മേളിലേക്കായിട്ട് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കും. നമ്മൾ നേരത്തെ വരച്ചില്ലേ, അത് നേരെ മേളിലേക്കും താഴേക്കും ആയിട്ട് വരച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ മേളിൽ മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് താഴോട്ട് വരയ്ക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് മേളിൽ കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ താഴെ കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിൾ അല്ലേ? ഇത്രയും വരച്ചു കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ഗ്രിഡിന്റെ പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ലൈൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു കോർണറില്ലേ, അവിടെ നല്ല തിക്കായിട്ടുള്ള ഒരു ഡോട്ടോടെ ഇട്ട് കൊടുക്കുക. അതുപോലെ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെന്നുകൊണ്ട് ഗ്രിഡ്സുകൾ എളുപ്പത്തിന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ അതിന്റെ ഫീസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഹൈലൈറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.